നമസ്കാരം. ശിക്ഷാ ഇളവിന് മുന്നോടിയായി സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസിന് കത്തു നൽകിയത് 56 പ്രതികളെക്കുറിച്ചുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ആസാദി കാ അമൃത് പദ്ധതിയുടെ ഭാഗമായി തടവുകാർക്ക് പ്രത്യേക ഇളവ് അനുവദിക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതുപ്രകാരമാണ് കണ്ണൂരിൽ 56 പേരുടെ പട്ടിക തയ്യാറാക്കിയത്. ഇക്കൂട്ടത്തിലാണ് 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 4, 5, 6 പ്രതികളും ഉൾപ്പെട്ടത്. പ്രതികളുടെ സ്വഭാവ ചരിത്രം പുറത്തിറങ്ങിയാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് റിപ്പോർട്ടിൽ നൽകേണ്ടത്. TP കേസ് പ്രതികൾ പട്ടികയിൽ ഉൾപ്പെട്ടത് സൂപ്രണ്ടിന് പറ്റിയ പിശകാണെന്ന് സംഭവം വിവാദമായപ്പോൾ വിശദീകരിച്ച ജയിൽ വകുപ്പ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ MK വിനോദ് കുമാർ സെൻട്രൽ ജയിലിൽ നിന്നു ലഭിച്ച പുതുക്കിയ പട്ടികയിൽ ഈ പേരുകളില്ല എന്നും പറഞ്ഞു. DP കേസിലെ പ്രതികൾക്ക് 20 വർഷത്തേക്ക് ഇളവ് നൽകരുതെന്ന് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിട്ടുമുണ്ട്. ജയിലുകളിൽ നിന്നും ഇളവിനായി നൽകുന്ന തടവുകാരുടെ പട്ടിക വിദഗ്ധ സമിതി പരിശോധിക്കും. തുടർന്ന് മാത്രമേ പരിഗണിക്കാറുള്ളൂ. റെമിഷൻ എന്നത് ഇളവ് മാത്രമാണ്, തടവു ശിക്ഷയിൽ നിന്ന് വിട്ടയക്കലല്ല എന്നും പത്രക്കുറിപ്പിൽ പറയുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായി പോലീസ് TPയുടെ ഭാര്യ KK രമ MLAയുടെ പ്രതികരണവും തേടി. ശിക്ഷാ ഇളവ് നൽകുമ്പോൾ കുറ്റകൃത്യത്തിന് ഇരയായവരിൽ നിന്നോ അവരുടെ ബന്ധുക്കളിൽ നിന്നോ പ്രതികരണം തേടണമെന്ന് നിർദ്ദേശവും ഉണ്ട്. ഇതുപ്രകാരമാണ് പാനൂർ ചൊക്ലി SIമാർ ശനിയാഴ്ച വൈകിട്ട് വടകരയിലെ MLA ഓഫീസിലെത്തി രമയുടെ പ്രതികരണം ശേഖരിച്ചത്. ശിക്ഷയിൽ ഇളവ് നൽകുന്നതിൽ ശക്തമായ എതിർപ്പും അവർ അറിയിച്ചു. ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം കോടതിയോടും പൊതുസമൂഹത്തോടുമുള്ള വെല്ലുവിളിയാണെന്നാണ് KK രമ പറയുന്നത്. CPMും സർക്കാരും പ്രതികൾക്കൊപ്പമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ഒരു തരത്തിലും ശിക്ഷാ ഇളവ് നൽകരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടും ഉണ്ട്. നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. ആഭ്യന്തര വകുപ്പിന്റെ അറിവോടെയാണ് ശിക്ഷാ ഇളവ് നൽകാൻ ശ്രമം നടക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി. പരോളിന് പോലും അർഹതയില്ലാത്ത TP കേസിലെ ക്രിമിനലുകളെ ശിക്ഷാ ഇളവ് നൽകി പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കേരള മനസാക്ഷിയോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. ശിക്ഷാ ഇളവ് നൽകാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. ആ ചെറുത്തുനിൽപ്പിന് മുന്നിൽ പ്രതിപക്ഷം മുൻപന്തിയിലുണ്ടാകുമെന്നും VD സതീശൻ പറഞ്ഞു. ശിക്ഷാ ഇളവ് നൽകാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും വ്യക്തമാക്കി. പിണറായി സർക്കാരിൻ്റെ നീക്കം ഭരണഘടനാ വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ 9 പ്രതികൾ ഇളവില്ലാതെ തുടർച്ചയായി 20 വർഷം കഠിന തടവ് അനുവദിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് മറികടന്ന് പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് അനുവദിക്കാനാകില്ല എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഫെബ്രുവരി 27-നാണ് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ച് 20 വർഷത്തിനകം ഇളവ് നൽകരുതെന്ന ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചത്. ഇത്തരമൊരു വ്യവസ്ഥയോടെ ഭരണഘടനാ കോടതികൾക്ക് മാത്രമേ ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ കഴിയൂ. CRPC 432 അടക്കമുള്ള വകുപ്പുകളാണ് ശിക്ഷയിൽ ഇളവ് നൽകാൻ സർക്കാരിന് അനുമതി നൽകുന്നത്. ഇതിന് നടപടിക്രമങ്ങൾ ഏറെയുണ്ട്. ഈ നടപടിക്രമങ്ങൾ പാലിക്കാതെ ശിക്ഷയിൽ ഇളവ് നൽകിയതിനാലാണ് ബിൽക്കീസ് ബാനു കേസിലെ പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയത്. സ്വാമി ശ്രദ്ധയാനന്ദ അടക്കമുള്ള കേസുകളിലെ ഉത്തരവുകളിലൂടെയാണ് സുപ്രീം കോടതി വധശിക്ഷ ഒഴിവാക്കുന്ന അവസ്ഥയിൽ ഹീനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ജീവപര്യന്തം കഠിന തടവിനപ്പുറം നിശ്ചിത കാലത്തേക്ക് ശിക്ഷ ഇളവ് നൽകാതെ കഠിന തടവിന് ശിക്ഷിക്കാമെന്ന് വ്യക്തമാക്കിയത്. ശിക്ഷ കഠിനമായിരിക്കേണ്ടതുണ്ടെന്ന റിട്ടയർഡ് ജസ്റ്റിസ് VS മാലിമത്തിൻ്റെ റിപ്പോർട്ട് അടക്കം പരിഗണിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ്. പക്ഷേ പരോൾ ലഭിക്കുന്നതിന് ഇത് തടസ്സമല്ല. ഹൈക്കോടതി ഉത്തരവിനെതിരെ പ്രതികൾക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാം. എന്നാൽ ശിക്ഷയിൽ ഇളവ് നൽകുക എന്നത് സർക്കാരിൻ്റെ അധികാരത്തിൽ ഉൾപ്പെട്ട വിഷയമായതിനാൽ ഹൈക്കോടതി ഉത്തരവ് തന്നെ നിയമപരമായി ചോദ്യം ചെയ്യാവുന്ന ഒന്നാണെന്ന് മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടറായ D ആസിഫ് അലി പറയുന്നു.